ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വന്ദേ മാതരം ആലപിക്കാത്തതിൽ സംസ്ഥാന സർക്കാർ നിയമക്കുരുക്കിലേക്ക്. സർക്കാർ പരിപാടികളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് BJP. പാർട്ടി നേതാവ് PK കൃഷ്ണദാസിന്റെ വാക്കുകളിലേക്ക് ആദ്യം. പാണക്കാട് നിന്നാണോ ജമാഅത്ത് SDPI PFI കേന്ദ്രങ്ങളിൽ നിന്നാണോ ഈ നിർദ്ദേശം പറഞ്ഞത്? ഇത് പരസ്യമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. അതുകൊണ്ട് UDF സർക്കാരിന്റെ ഈ ദേശവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെതിരെ ഞങ്ങൾ നിയമപരമായ പോരാട്ടം നടത്തും. ഒരുപക്ഷെ മുഖ്യമന്ത്രി കോടതിക്ക് ഉത്തരം പറയേണ്ടി വരും. അധികാരത്തിലേറാൻ പിന്തുണച്ച തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കാനുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. മിഥുൻ അയ്യപ്പനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. മിഥുൻ, എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ നീക്കം. കാരണം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ നേരത്തെ തന്നെ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വന്ദേ മാതരം ആലപിക്കാതെ പരിപാടികളൊക്കെ നടത്തിയത്, അല്ലേ? എന്തായാലും ശക്തമായ വിമർശനം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നിയമ നടപടികളിലേക്ക് കൂടി കടക്കാനാണ് BJP തീരുമാനിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ ദിവസം നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ അലങ്കോലമാക്കുകയാണ് UDF സർക്കാർ ചെയ്തത് എന്നാണ് BJPയുടെ വിമർശനം. പ്രധാനമായും അവർ പറയുന്നത് ഇത്തരത്തിൽ വന്ദേ മാതരം ആലപിക്കാതെ അതിനെ വിലക്കേർപ്പെടുത്തിയത് അത് ഭരണഘടനാ ലംഘനമാണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം, ആ നിയമം അനുസരിക്കുന്നതിൽ നിന്നുള്ള ഒരു വിലക്കേർപ്പെടുത്തിയതിന് പിന്നിൽ ഇത്തരത്തിൽ അത് ദേശദ്രോഹപരമാണ്, ഒപ്പം തന്നെ ഭരണഘടനാ ലംഘനവുമാണ് എന്നാണ് BJP വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിയമപരമായി ഇതിനെ നേരിടാൻ ഒരുങ്ങുകയാണ് BJP. ഒപ്പം തന്നെ രാഷ്ട്രീയമായും ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. നിയമപരമായിട്ടുള്ള നേരിടുന്നതിൻ്റെ ഭാഗമായി ഈ സംഭവത്തിൽ ഒരു നിയമോപദേശം BJP നേതൃത്വം, സംസ്ഥാന നേതൃത്വം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് ഹൈക്കോടതിയിൽ ഹർജി അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇത്തരത്തിൽ സഭ പാസ്സാക്കിയ ഒരു നിയമം പാലിക്കപ്പെട്ടില്ല. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഒരു നിർദ്ദേശമുണ്ട്. സർക്കാർ പരിപാടികളിൽ ഇത്തരത്തിൽ വന്ദേ മാതരം പാടണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ മാസം ആദ്യം പുറപ്പെടുന്നു. അതും പാലിക്കപ്പെട്ടില്ല. അത്തരത്തിൽ നിയമാനുസൃതമായി നടത്തേണ്ട നടപടികളെ ഒരു ചില സംഘടിത മൗലികവാദികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ തങ്ങളെ ഭരണത്തിലേറാൻ സഹായിച്ച തീവ്ര ശക്തികൾക്ക് വേണ്ടി അടിയറവ് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ വന്ദേ മാതരം വിലക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് ഭീകരതയാണ് എന്നാണ്, അല്ലെങ്കിൽ രാജ്യദ്രോഹമാണ് എന്നാണ് BJP വിമർശിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിനെതിരെ നിയമ നടപടിയും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി നേരിടാനും ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. നിയമോപദേശം ലഭിച്ചാലുടൻ ഇത്തരത്തിൽ നിയമ നടപടിയിലായി മുന്നോട്ട് പോകുമെന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞു. VD സതീശൻ ഇക്കാര്യത്തിൽ മറുപടി പറയണം. ഇവിടെ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്ദേ മാതരത്തിന് വിലക്കേർപ്പെടുത്തിയത്. അത് പാണക്കാട്ട് നിന്നാണോ അതോ AICC ആസ്ഥാനത്ത് നിന്നാണോ എന്നാണ് വ്യക്തമാക്കേണ്ടത്. AICC ആസ്ഥാനത്ത് നിന്നാവാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റിടങ്ങളിൽ കൂടി വന്ദേ മാതരം പാടില്ലായിരുന്നു. പക്ഷേ അവിടങ്ങളിൽ എല്ലാം പാടി. കേരളത്തിൽ മാത്രം വന്ദേ മാതരം പാടാതിരിക്കുന്നതിൻ്റെ കാരണം ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ മറ്റ് തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെയും സമ്മർദ്ദത്തിന് വഴിപ്പെട്ടുകൊണ്ടായിരിക്കുമെന്നാണ് BJP വിമർശിക്കുന്നത്. ഏതായാലും ഈ വിമർശനത്തിന് മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് BJP മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്. അതിൽ മറുപടി പറഞ്ഞില്ല എങ്കിൽ ഇത്തരത്തിൽ നിയമ നടപടികളായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ദേശീയ ഗീതം വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുമ്പോഴാണ്, പ്രത്യേകിച്ചും അവരുടെ AICC ആസ്ഥാനത്ത് വരെ ദേശീയ ഗീതം പൂർണ്ണമായി ആലപിക്കുന്ന സാഹചര്യം. അപ്പോഴാണ് ഒരു വരി പോലും കേരളത്തിൽ ആലപിച്ചില്ല എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടത്. വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉയരുന്നത്.